Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 5 kg vanilla കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് 5 kg യുടെ റെസിപ്പി വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ 1.5 kg യുടെ മെഷർമെന്റ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബട്ടർ പേപ്പർ നമ്മളെ കേക്ക് ടിന്നിലേക്ക് ഒട്ടിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ബട്ടർ പേപ്പർ എടുക്കുക. നമ്മൾ ഏത് ടിന്നാണോ, ഇപ്പോൾ ഞാൻ സ്ക്വയർ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സ്ക്വയർ മോൾഡ് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിൻ്റെ ഒരു ആകൃതിയിൽ അങ്ങ് വരച്ചെടുക്കുക. എന്നിട്ട് കത്രിക വെച്ചിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് മോൾഡ് ആണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് താഴ്ഭാഗം വെച്ച് അളന്നെടുത്താൽ മതി. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന രീതി. കണ്ടല്ലോ, ഇതിപ്പോൾ ദാ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓയിൽ തേച്ചിട്ട് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാവുന്ന ഏതായിട്ടാണോ, നമ്മളിപ്പോൾ വാനില കേക്കാണ് ഉണ്ടാക്കുന്നത്, അതിലേക്കുള്ള എല്ലാ മെഷർമെൻറ്റും കൃത്യമായിട്ട് അളന്നെടുത്ത് വെക്കുക. ബട്ടർ പേപ്പറൊക്കെ ആദ്യം തന്നെ തേച്ച് നമ്മൾ കേക്ക് ടിന്നും എല്ലാം റെഡി ആയിട്ട് വെക്കുക. നമ്മൾ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷം പിന്നെ ഓരോന്ന് എടുക്കാനായിട്ട് പോകരുത്. അപ്പോൾ ഇതാ എല്ലാം നമ്മളുടെ അരികത്തായിട്ട് എല്ലാം അളന്ന് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബീറ്ററും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ബൗളും അരിപ്പയും എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1.5 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അരിച്ച് ഒരു 3 പ്രാവശ്യം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാനൊരു 6 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീറ്റർ ഓൺ ചെയ്യാം. അപ്പോൾ ലോ സ്പീഡിന് ഹൈ സ്പീഡിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് നമുക്ക് നമ്മളെ എഗ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. അത് നന്നായിട്ട് അലിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എഗ് ബീറ്റർ എല്ലാം ലോ സ്പീഡിലാക്കിയതിന് ശേഷം ഒരു 1/4 കപ്പ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ബീറ്റർ എല്ലാം ഓഫ് ചെയ്തിട്ട് നമുക്ക് അതിങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളെ മൈദക്കൂട്ട് ഇതിലേക്ക് ഒന്നും കൂടെ അരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവനായിട്ടും നമ്മൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ മുഴുവനായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു 8 ഇഞ്ചിൻ്റെ ടിന്നിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് ഒരു 180 ഡിഗ്രിയിൽ 40 മുതൽ 45 മിനിറ്റ് വരെ ഒന്ന് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു 3 എണ്ണം കൂടെ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 1.5 kgയുടെ 4 കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എല്ലാതും ഓരോ കേക്കും 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് എല്ലാം ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഐസിങ് തുടങ്ങാം. കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു 5 kgയുടെ ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറമേക്ക് നമുക്ക് നമ്മളുടെ കേക്കിൻ്റെ ഓരോ ലെയറും വെച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് 4 ലെയറാണ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് വെറ്റാക്കാനായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുന്നത്തെ കേക്കിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് തുടങ്ങാം.
അപ്പോൾ നന്നായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് സ്പാച്ചില വെച്ച് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പുറമേക്ക് ഞാൻ ചെറിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് എന്തും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ 2 ലെയറും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇതിപ്പോൾ 3ാമത്തെ ലെയറാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 3 ലെയറും ക്രീം എല്ലാം തേച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കോട്ട് ആയിട്ടുള്ള ലെയറും ചെയ്തെടുക്കാം. നല്ല കട്ടിക്ക് തന്നെ ക്രീമൊക്കെ തേച്ച് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ നമ്മളെ കേക്ക് കട്ട് ചെയ്യുന്ന കത്തി തന്നെ യൂസ് ചെയ്തിട്ടാണ് ഇത് നന്നായിട്ട് ക്ലിയർ ആക്കി എടുക്കുന്നത്. അപ്പോൾ കേക്ക് ഒരുവിധം ഇവിടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് അത്രയ്ക്ക് ഫിനിഷിംഗ് ഒന്നും വേണ്ട, നമ്മൾ സൈഡിലൂടെയൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ലീഫ് വരയ്ക്കണ ഒരു ടിപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലൂടെ ഞാൻ വൈറ്റ് ക്രീം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് സൈഡിലൂടെയൊക്കെ ഇതുപോലെ താഴ്ന്ന് മേലോട്ട് വരച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡിസൈൻ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ അധികം ഫിനിഷിംഗ് ഒന്നും നമുക്ക് വേണ്ട. അപ്പോൾ അത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ ഞാൻ റൊസറ്റയാണ് വരയ്ക്കുന്നത്. അതിനുവേണ്ടി കളർ മിക്സ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള 3 കളർ എടുത്തിട്ടുണ്ട്. ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പർപ്പിളും ഒരു ഓറഞ്ച് കളറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കളർ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 5-6 ഡ്രോപ്സ് കളർ ഇട്ടിച്ച് കൊടുത്ത ശേഷം നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ബ്ലൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ പർപ്പിളും ഓറഞ്ചും ആണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഒരൊറ്റ പൂ വരയ്ക്കാനാണ് ഈ 3 കളറായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോ കളർ അവരവരുടെ ഇഷ്ടം പോലെ നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കാം. അങ്ങനെ 3 കളർ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു പൈപ്പിംഗ് കവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സൈഡിലേക്ക് നമുക്ക് ബ്ലൂ കളർ ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ സൈഡിലേക്ക് നമുക്ക് പർപ്പിൾ ചേർത്ത് കൊടുക്കാം, ഓറഞ്ചും മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ പൈപ്പിംഗ് കവറ് നമ്മളുടെ വേറൊരു പൈപ്പിംഗ് കവറിൽ ഞാനൊരു നോസിൽ ഇട്ടിട്ടുണ്ട്. 100ന്റെ N1 നോസിൽ റൊസറ്റയൊക്കെ വരയ്ക്കണ നോസിലാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇറക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വരും. അപ്പോൾ നമ്മൾക്കിനി ഡെക്കറേഷൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ 4 ഭാഗവും ഇങ്ങനെ ഫ്ലവർ വെച്ച് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി 5 kg ഒക്കെ കിട്ടുമ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഒരു യെല്ലോ കളർ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ചെറിയൊരു ഡോട്ട് ഫ്ലവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പേര് എഴുതാനായിട്ട് ഞാൻ കേക്ക് ജെല്ലിൽ റെഡ് കളറാക്കി കൊടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ പേരെഴുതി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെയാണ് ഞാൻ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോണിൽ കിട്ടുകയുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.